അതായത് ഈ ഡ്രോണിൻ്റെ ക്യാമറയിലെ വിഷ്വൽസ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. ഹലോ, നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു ഡ്രോൺ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രോണ് 2000 രൂപയിൽ താഴെ വരുന്ന വിലയുള്ള ഒരു ഡ്രോണാണ്. അപ്പോൾ ഇത് ഒരുപാട് വ്ലോഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഡ്രോണൊന്നും പറത്തിയൊന്നും ശീലമില്ലാത്തവർക്ക് പറത്തി പഠിക്കാനും എനിക്ക് ഉപകാരപ്പെടുന്ന ഒരു ഡ്രോണാണ് മേടിച്ചത്. അപ്പോൾ ഒരുപാട് റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷമാണ് ഞാനും മേടിച്ചത്. നമുക്ക് ആ ഡ്രോൺ എങ്ങനെയുണ്ടെന്ന് നോക്കാം, നമുക്കൊക്കെ പറത്താൻ പറ്റുന്ന രീതിയിലുള്ളതാണോ എന്ന് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാണ്ടിരിക്കുക. കമൻറ്റും ലൈക്കും പ്രധാനമാണ്. നമ്മുടെ വീഡിയോൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കമൻറ്റും ലൈക്കും അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളെ ഞാൻ ആ ഡ്രോൺ എങ്ങനെയാണെന്നുള്ള നേരിട്ട് പരിചയപ്പെടുത്തി തരാം. കൂടുതൽ പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല. നേരെ നിങ്ങൾ പോയിട്ട് അൺബോക്സിങ് കണ്ടുവരും. അപ്പോഴത്തേക്കും നമുക്ക് ഇതെങ്ങനെ പറത്തിക്കാൻ പറ്റുമോ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോൺ വന്നേക്കുന്ന പാക്കേജ്. ഇതിലൊന്നും പ്രത്യേകതയൊന്നുമില്ല, എപ്പോഴും ആമസോൺ അയക്കുന്ന പോലെ തന്നെ ഒരു പാക്കേജ്. നമുക്കത് പൊട്ടിക്കാം. അതിൻ്റെ ഉള്ളിലൊരു കറുത്ത ബാഗിലാണ് വന്നിട്ടുള്ളത്. ബാഗൊക്കെ കൊള്ളാം. നമുക്കെന്നാൽ അതൊന്ന് തുറന്നു നോക്കാം. ഇതാണ് അതിൽ വന്നിരിക്കുന്ന ഡ്രോണ്. സംഭവം ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 2000 രൂപയ്ക്കുള്ള മുതൽ അത്രയ്ക്കല്ലേ അവർക്ക് തരാൻ പറ്റുള്ളൂ. ഒരു ചൈന പ്രോഡക്റ്റ് അത്ര. പിന്നെ വേറെ ഇതിന് കുറച്ച് അഡീഷണൽ ആയിട്ട് കുറച്ച് സാധനങ്ങൾ അവർ തന്നിട്ടുണ്ട്. അതെന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. അതിൽ ഈ വന്നിരിക്കുന്ന ഈ 4 സാധനങ്ങളാണ് ഇതിൻ്റെ പ്രൊപ്പല്ലർ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സാധനമാണ്. സൈഡിൽ എവിടെയെങ്കിലും പോയി ഇടിക്കുകയോ മറിയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ പ്രൊപ്പല്ലർ പെട്ടെന്നൊന്നും കേടാകാണ്ടിരിക്കാൻ. ക്രാഷ് കാർഡ്, ഇത് പ്രൊപ്പല്ലറാണ്. അതിൻ്റെ 4 പിന്നെ ഒരു USB ചാർജിങ് കേബിള്. പിന്നെ ഇത് അതിൻ്റെ നമുക്ക് റിമോട്ടിൽ വെക്കുന്ന ജോയ്സ്റ്റിക്കിൽ വരുന്ന 2 ബട്ടൺസ് എന്നിവയാണ് ഇതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ, ഇത് അയക്കാനും പിടിക്കാനൊക്കെ ഉള്ളത്. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ ഒപ്പം ഉള്ളത്. ഇതാണ് ഇതിൻ്റെ റിമോട്ട്. ഇതിൽ ഡബിൾ സൈസ് 3 ബാറ്ററികൾ ഇടുന്ന വിധത്തിലാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കെന്നാൽ ഇതിൻ്റെ നോബുകൾ ഫിറ്റ് ചെയ്ത് നോക്കാം. ഇത് വേറൊന്നുമില്ല, ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കാൻ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഇതാണ് മൊബൈലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഹോൾഡർ. നമുക്ക് മൊബൈലുമായിട്ട് ഇത് കണക്ട് ചെയ്യാമല്ലോ. മൊബൈൽ കണക്ട് ചെയ്തിട്ട് മൊബൈൽ വെക്കാനുള്ള ഒരു ഹോൾഡറാണ്. അതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ എല്ലാത്തിലും ഒപ്പം തരുന്ന യൂസർ മാനുവൽ. അതിൽ ഇംഗ്ലീഷിലും പിന്നെ ചൈനീസ് ഭാഷയിലും ഉണ്ട്. ഇതിൻ്റെ പ്രൊപ്പലേഴ്സ് ഇങ്ങനെയാണ് നിവർത്തുക. ഇതിൻ്റെ ബാറ്ററി വരുന്നത് ഈ പുറകുവശത്താണ്. 2 ക്യാമറകൾ. ഇതാണ് ബാറ്ററി. ഇതിൻ്റെ ഇത് ഊരിയിട്ട് ചാർജ് ചെയ്യണം. അടിയിലൊരു ക്യാമറ, ഫ്രണ്ടിലൊരു ക്യാമറ. ക്യാമറയുടെ ക്വാളിറ്റിയും കാര്യമൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഓർഡിനറി ക്യാമറ ആയിരിക്കും. നമുക്ക് ഒന്ന് പറത്തി പഠിക്കാൻ മാത്രമായിരിക്കും ഇത് ഉപകാരപ്പെടുക. ഓക്കെ, നമുക്ക് ഓരോ ഇതിൻ്റെ പ്രൊപ്പല്ലർ പ്രൊട്ടക്ടർ അല്ലെങ്കിൽ ഈ ഇതിനെ പ്രൊട്ടക്ടർ നമുക്ക് ഫിറ്റ് ചെയ്യാം. നമ്മൾ പ്രൊപ്പല്ലറിന് പ്രൊട്ടക്ടറൊക്കെ ഫിറ്റ് ചെയ്തു. അപ്പോൾ ഡ്രോണിൻ്റെ തന്നെ വലിപ്പമൊക്കെ മാറി. വെയിറ്റ് ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ നമ്മുടെ ഡ്രോണിൻ്റെ അസംബ്ലിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഫൈനലി നമുക്ക് ഡ്രോൺ ഇങ്ങനെയുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ആപ്ലിക്കേഷനിലായിട്ട് ആദ്യം കണക്ട് ചെയ്യാൻ നോക്കാം. ആപ്ലിക്കേഷൻ കൊണ്ട് എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത് ആദ്യം നോക്കുന്നത് കേട്ടോ. അപ്പോൾ ക്യാമറേൻ്റെ ക്വാളിറ്റി കയ്യിൽ മനസ്സിലാവും നമുക്ക്.
ഇതിന് നമ്മുടെ ഈ യൂസർ മാനുവൽ തന്നതിൽ ഇതിലൊരു QR കോഡ് നിങ്ങൾ കാണുന്നില്ലേ, ആ QR കോഡ് നമ്മൾ ആദ്യം ഫോണിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ്റെ പേര് RCFPV എന്നാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്നിട്ട് ഡ്രോൺ ഒന്ന് ഓണാക്കി നോക്കാം. അതെങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഡ്രോൺ ഓണാവും. അപ്പോൾ നമുക്ക് ഈ ബ്ലൂ കളറിൽ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം നമ്മുടെ ഫോണിലെ വൈഫൈ ഓണാക്കുക. വൈഫൈ ഓണാക്കുമ്പോൾ ഈ ഡ്രോണിൻ്റെ സിഗ്നൽ അതിലേക്ക് വരും. അതായത് ഡ്രോണിൻ്റെ വൈഫൈ അവിടെ കാണാം. ഇതിൽ വൈഫൈ ഇപ്പോൾ നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്യും. അത് നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്യുന്നു. പിന്നീട് നമ്മൾ നേരെ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യും. ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു നേരെ നമ്മൾ അതിൽ സ്റ്റാർട്ട് കൊടുക്കും. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിലെ വിഷ്വൽസ് ആണ്. പിന്നെ അതായത് ഈ ഡ്രോണിൻ്റെ ക്യാമറയിലെ വിഷ്വൽസ് ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഈ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. അപ്പോൾ ഡ്രോണുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇതിൻ്റെ ജോയ്സ്റ്റിക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോങ് വീഡിയോ ആവും. അപ്പോൾ അത് നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ മേടിച്ച് കളിച്ച് പഠിക്കുക. ഞാനും പഠിച്ചിട്ടില്ല, എനിക്കും പഠിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് മൊബൈലിലേക്ക് കണക്ട് ചെയ്യുക. ഇതിൽ വീഡിയോ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ക്യാമറ ചേഞ്ച് ചെയ്യുക, അടിയിലെ ക്യാമറയിലേക്ക് ആക്കാം. ഇങ്ങനെ നമ്മൾ ഇതാണ്ടോ, ഇതിപ്പോൾ അടിയിലെ ക്യാമറയിലെ വിഷ്വലാണ് കാണുന്നത്, കണ്ടോ? അങ്ങനെ ക്യാമറയും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് റിമോട്ട് ആയിട്ട് എങ്ങനെ ഫങ്ഷൻ ചെയ്യുക എന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ, ഇതാണ് അതിൻ്റെ റിമോട്ട് വരുന്നത്. ഇതിങ്ങനെ പൊക്കി കഴിഞ്ഞാൽ മൊബൈൽ ഹോൾഡറായി. നമുക്ക് മൊബൈൽ ആദ്യം അതിൽ ഫിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ നമ്മുടെ ഡ്രോണിലെ ക്യാമറയിലെ വിഷ്വൽസ് ആണ് ഈ മൊബൈലിൽ കാണുന്നത്. അതിനുശേഷം നമുക്കിതിൽ പുറകിലാണ് ബാറ്ററി ഉണ്ട്. അതിന് AA6 ബാറ്ററി 3 ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് നേരെ ചെയ്യേണ്ടത് ഇതിൽ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ഓൺ ഓഫ് സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ ഓണായി കഴിയുമ്പോഴത്തേക്കും അതിന് സിഗ്നൽ ഡ്രോണിൽ കാണാം. നമുക്ക് ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിലേക്ക് ചാലാകണമെങ്കിൽ വേണ്ടി, ഇതിലേക്ക് കണക്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ ഇടത്തെ സൈഡിലെ ജോയ്സ്റ്റിക്കിലെ ആ ഇത് ഒന്ന് മുകളിലേക്ക് ആക്കുക, അപ്പോൾ തന്നെ ഒന്ന് താഴേക്ക് ആക്കുക. അപ്പോൾ ഇതാ ബ്ലിങ്കിങ് നിന്നു. ഇപ്പോൾ നമുക്ക് ഡ്രോണ് പറക്കാൻ തയ്യാറായി. ഇത്രയാണ് ഇതിൻ്റെ റിമോട്ട് കണക്ട് ചെയ്യാൻ. പിന്നെ ഇതിലെ ഓരോ ഫങ്ഷൻസൊക്കെ ഒരുപാടുണ്ട്. ഇതൊക്കെ നിങ്ങൾ പറത്തി തന്നെ പഠിക്കുക. ഇതിലേക്ക് ഇവിടെയൊക്കെ ട്രിഗർ ചെയ്യാനുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ഡ്രോണിൽ വേണ്ട ഫങ്ഷൻസ് എല്ലാം ഉണ്ട്. ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിയാൽ നമുക്കൊരു വീഡിയോയിൽ തീരൂല. അതിനുശേഷം നമ്മൾ ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോൺ ഇതാ നമുക്ക് ചാലുമായി, പറക്കാൻ തയ്യാറായി. ഇനി ഒന്നും കൂടെ നെക്കി കഴിഞ്ഞാൽ പൊങ്ങും. ഇവിടെയൊക്കെ അടിച്ചു തല്ലി എല്ലാം കുളമാവും. നിങ്ങളൊന്ന് നോക്കിയാണ് നമുക്ക് പറപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. താഴേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഓഫായി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്റ്റിംഗ് പരിപാടികളൊക്കെ. ബാക്കി നിങ്ങൾക്ക് തന്നെ അത് നോക്കി ഒന്ന് ഇതാക്കാവുന്നതാണ്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഇത് പറത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് ജസ്റ്റ് ഒരു വീഡിയോ ഉണ്ടെങ്കിൽ, പറത്തിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഞങ്ങളത് വീഡിയോ കൂടെ ഉൾപ്പെടുത്താം. ഓക്കെ, നോക്കാം എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല. മുകളിലേക്ക് കൊണ്ടുപോയി എടുക്കണേ. നമ്മുടെ ഡ്രോണിൻ്റെ വീഡിയോ കണ്ടല്ലോ, നിങ്ങൾ പറപ്പിച്ചത് കണ്ടിട്ടുണ്ടാവും. എന്താണെന്നറിയില്ല, നമുക്ക് പറപ്പിക്കാൻ അറിയാത്തത് കൊണ്ടാണോ ഡ്രോണിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. ഞങ്ങൾക്ക് അത്ര സക്സസ്ഫുള്ളായിട്ട് പറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ സാധനം ഇഷ്ടപ്പെട്ടു. പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഡ്രോണിനെ കുറിച്ച് പഠിക്കാം, അങ്ങനെ പറത്തി പഠിക്കാം. തരത്തിലായാലും നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. ഇതിൻ്റെ പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, വളരെ വെയിറ്റ് കുറവാണ്. അതുകൊണ്ട് പിന്നെ ഒരു ബാറ്ററി ഉള്ളൂ കേട്ടോ.
ഈ ഒരു പ്രൈസിൽ കിട്ടുന്ന വളരെ വെയിറ്റ് കുറവാണ്. പിന്നെ ഇതിൻ്റെ കൺട്രോളിന് എനിക്ക് തോന്നുന്നത് ഇത് ഒരു സൈഡിലേക്ക് പോകുന്നുണ്ട്, മര്യാദയ്ക്ക് നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അതൊക്കെ സോൾവ് ചെയ്ത് നമുക്കൊന്ന് നോക്കണം, ഒന്നും കൂടെ പരീക്ഷിക്കേണ്ടിയിരിക്കും. ഒരു വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല. പിന്നെ എന്താ പറയാനുള്ളത്, അതുപോലെ തന്നെ ക്യാമറ ക്വാളിറ്റി വലിയ കുഴപ്പമില്ല. നമുക്ക് ഇതൊരു ഡ്രോൺ ക്യാമറ ആയിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, എന്നാലും ഒരു വൈഫൈ ക്യാമറ എന്നുള്ള രീതിയിൽ എടുക്കുന്ന ചിലപ്പോൾ കുറച്ച് വിഷ്വൽസ് കിട്ടിയാൽ ഉപയോഗിക്കാം. പിന്നെ ഞാൻ കുറച്ച് കമൻറ്റുകളിൽ വായിച്ചത് ഇതിന് കൺട്രോൾ ഇല്ലാണ്ട് പറന്നു പോകുന്നൊക്കെയാണ്. ഒരാളുടെ കയ്യിൽ റിമോട്ട് മാത്രമേ ബാക്കിയുള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടു. എന്തോ അറിയില്ല, നമുക്ക് ബാക്കി കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് ഇത് ഒന്ന് പറത്തി പഠിക്കണമെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കുക. അപ്പോൾ ഇത് ഗ്രൗണ്ട് പോലെ നല്ല ഒരു ഗ്രൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറത്തി പഠിക്കാൻ പറ്റിയ ഒരു ഏരിയ ആയിരിക്കും. വീട്ടിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ നേരത്തെ കണ്ട പോലെ അവിടെ ഇവിടെ പോയി ഉടക്കാനും ഇതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ സാധനം മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.